നമ്മുടെ സംസ്ഥാനത്ത് 140 മണ്ഡലങ്ങളിൽ വോട്ടേഴ്സ് നാളെ വോട്ട് ചെയ്യുകയാണ്. ഒരുപാട് പുതിയ വോട്ടേഴ്സ് ഉണ്ട്. നമുക്കറിയാം, കന്നി വോട്ടർമാർ. അവർക്ക് ചില കൺഫ്യൂഷനൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടത് പഠിപ്പിക്കാൻ ശ്രമിക്കുകയല്ല. എന്നാലും നമ്മൾ വോട്ട് പാഴായി പോകരുതല്ലോ. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മൈൻഡ് ഇറ്റ് വോട്ടേഴ്സ്. പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ തിരിച്ചറിയൽ കാർഡും വോട്ടേഴ്സ് സ്ലിപ്പും ഒപ്പം കരുതാൻ മറക്കരുത്. പോളിംഗ് ബൂത്തിനകത്ത് മൊബൈൽ ഫോൺ, ക്യാമറ, മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവ കൊണ്ടുവരുന്നതിൽ നിയന്ത്രണമുണ്ട്. വോട്ട് ചെയ്യാൻ 12 തിരിച്ചറിയൽ രേഖകൾ അംഗീകരിച്ചിട്ടുണ്ട്. ഇലക്ഷൻ ID കാർഡ് കൈവശമില്ലാത്തവർക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച ഫോട്ടോ പതിച്ച മറ്റ് 11 അംഗീകൃത തിരിച്ചറിയൽ രേഖകളും ഉപയോഗിക്കാം. പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, സർക്കാർ പൊതുമേഖലാ കമ്പനികളുടെ ഫോട്ടോ ID കാർഡ്, ബാങ്ക്, പോസ്റ്റ് ഓഫീസ് നൽകുന്ന ഫോട്ടോ സഹിതമുള്ള പാസ്ബുക്കുകൾ, പാൻ കാർഡ്, രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ നൽകുന്ന സ്മാർട്ട് കാർഡ്, ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ജോബ് കാർഡ്, ഫോട്ടോ സഹിതമുള്ള പെൻഷൻ രേഖ, MP-മാരുടെയും MLA-മാരുടെയും ID കാർഡുകൾ, ആധാർ കാർഡ് എന്നിവയാണവ. ഇനി വോട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. വോട്ടറുടെ തിരിച്ചറിയൽ കാർഡും സ്ലിപ്പിലെ ക്രമനമ്പറും പരിശോധിച്ച് വോട്ടർ പട്ടികയിൽ പേരുണ്ടെന്ന് ആദ്യ പോളിംഗ് ഓഫീസർ ഉറപ്പാക്കും. രണ്ടാം പോളിംഗ് ഓഫീസർ വോട്ടറുടെ ഇടതുകൈയിലെ ചൂണ്ടുവിരലിൽ മഷി പുരട്ടും. തുടർന്ന് ID കാർഡ് പരിശോധിക്കും. വോട്ടറെ കൊണ്ട് രജിസ്റ്ററിൽ ഒപ്പുവയ്പ്പിക്കുകയോ വിരലടയാളം രേഖപ്പെടുത്തുകയോ ചെയ്യും. മൂന്നാം പോളിംഗ് ഓഫീസർ കൈവിരലിലെ മഷി പരിശോധിച്ച ശേഷം കൺട്രോൾ യൂണിറ്റിലെ ബാലറ്റ് ബട്ടൺ അമർത്തും. ഇതോടെ കൺട്രോൾ യൂണിറ്റിലെ ബിസി എന്ന് രേഖപ്പെടുത്തിയ ലൈറ്റ് ചുവപ്പു നിറമാകും. ഈ സമയം ബാലറ്റ് യൂണിറ്റിലെ റെഡി എന്നെഴുതിയിരിക്കുന്ന ഭാഗത്തെ ലൈറ്റ് പച്ച നിറത്തിൽ പ്രകാശിക്കും. വോട്ടർ കൗണ്ടറിൽ പ്രവേശിച്ച് താൻ തിരഞ്ഞെടുക്കുന്ന സ്ഥാനാർത്ഥിയുടെ പേരും ഫോട്ടോയും ചിഹ്നവും രേഖപ്പെടുത്തിയിരിക്കുന്നതിനു നേരെയുള്ള നീല ബട്ടൺ അമർത്തുന്നു. ഇതോടെ റെഡി ലൈറ്റ് അണയും. സ്ഥാനാർത്ഥിയുടെ പേരിനു സമീപത്തെ നീല ബട്ടൺ അരികിലുള്ള ലൈറ്റ് ചുവപ്പു നിറത്തിൽ പ്രകാശിക്കും. വോട്ട് രേഖപ്പെടുത്തിയ സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും സീരിയൽ നമ്പറും രേഖപ്പെടുത്തിയ പ്രിന്റ് VVPAT യന്ത്രത്തിൽ നിന്ന് പുറത്തുവരികയും 7 സെക്കൻഡ് സമയം വിൻഡോയിലൂടെ ദൃശ്യമാവുകയും ചെയ്യും. ഈ സമയം കൺട്രോൾ യൂണിറ്റിൽ നിന്ന് ബീപ് ശബ്ദം കേൾക്കുന്നതോടെ വോട്ട് രേഖപ്പെടുത്തിയതായി മനസ്സിലാകും. ഏതാനും സെക്കൻഡുകൾക്കകം ബാലറ്റ് യൂണിറ്റിൽ സ്ഥാനാർത്ഥിയുടെ ബട്ടനു നേരെയുള്ള ചുവപ്പ് ലൈറ്റും കൺട്രോൾ യൂണിറ്റിലെ BC ലൈറ്റും അണയും. ബീപ് ശബ്ദം നിലയ്ക്കും. ഇതോടെ നടപടികൾ പൂർണ്ണം. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടിംഗ് സമയം. വോട്ടിംഗ് സമയം തീരുന്ന വൈകിട്ട് 6 മണിക്ക് ക്യൂവിൽ ആളുണ്ടെങ്കിൽ അവർക്ക് ടോക്കൺ നൽകി വോട്ട് ചെയ്യാൻ അനുവദിക്കും. പുതുതായി ആരെയും പ്രവേശിപ്പിക്കില്ല. റിസർച്ച് ഡെസ്ക് 24. എന്തായാലും 4 ലക്ഷത്തിലധികം കന്നി വോട്ടർമാർ നാളെ വോട്ട് ചെയ്യാനുണ്ട്. വോട്ട് ചെയ്ത് പരിചയമുള്ള ആളുകൾക്കും പിഴവ് പറ്റാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ എങ്ങനെയാണ് വോട്ട് ചെയ്യുക എന്നത് കാണിച്ചു തന്നത്. മിക്കവാറും നമ്മുടെ മറ്റ് ബുള്ളറ്റിനുകളിലും വാർത്താ പ്രക്ഷേപണങ്ങളിലും ഒക്കെ തന്നെ എങ്ങനെ വോട്ട് ചെയ്യണം എന്ന കാര്യം നമ്മൾ നിരന്തരമായി സംപ്രേഷണം ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാവരും, അത് പുതിയ വോട്ടർമാർ മാത്രമല്ല, എല്ലാവരും ശ്രദ്ധിക്കുക, മുൻകരുതൽ എടുക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ് ഒരു വോട്ടിൻ്റെ കാര്യം. വോട്ടിൻ്റെ വില നമുക്കൊരിക്കലും കണക്കൂട്ടാൻ കഴിയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.